ഈ അധ്യായത്തിൽ പ്രവാചകനായ ബിലയാമിനെ ചുമന്നുകൊണ്ടുപോകുന്ന കഴുതയെ കാണാം. ദൈവ ഇഷ്ടത്തിന് ആലോചന പറയേണ്ട ബിലയാം ബാലാക്കിൻ്റെ പ്രതിഫലവും ഭൗതിക നന്മകളും നോക്കി ബാലാക്കിൻ്റെ ഇഷ്ടത്തിന് പ്രവചിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഇത് നിമിത്തം ദൈവകോപം ബിലയാമിൻ്റെ നേരെ വരുന്നത് 22-ാം വാക്യത്തിൽ കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അതിന്മേൽ കയറി രാജവീതി എന്ന പോലെ യേശുവിന് ജനം ഹോശന്ന പാടി. സെക്കരിയാവ് പ്രവചിച്ചതുപോലെ ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന പ്രവചന നിവൃത്തി കൂടിയായിരുന്നു കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യേശുവിൻ്റെ വരവ്. ഇവിടെ നാം ചുമക്കേണ്ടത് ആരെയാണ്? സ്വന്തം ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും ഭൗതിക നന്മകൾക്കും വേണ്ടി പ്രവചിക്കുന്ന പ്രവാചകന്മാരെ അല്ല, മറിച്ച് നമ്മിൽ വസിക്കുന്നവനും നമ്മെ വഹിക്കുന്നവനുമായ കർത്താവായ യേശുവിനെയാണ്. ആ സുവിശേഷം വഹിച്ചാൽ നമുക്ക് മാന്യതയുണ്ട്, പ്രതിഫലമുണ്ട്, നമുക്കൊരു ഉയർപ്പുണ്ട്. ദൈവത്തിന് ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവചിക്കുന്ന പ്രവചന ശബ്ദത്തിനല്ല നാം ചെവി കൊടുക്കേണ്ടത്. ദൈവ ഇഷ്ടം വെളിപ്പെടുന്ന ദൈവ ശബ്ദത്തിനാണ്.